ഹായ് ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാൻ ഇന്ന് ഓഫീസിൽ നിന്ന് വന്നതേ ഉള്ളേ. വന്നിട്ട് ഭയങ്കര തലവേദന. അപ്പം ഒരു ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചായ ഉണ്ടാക്കി കുടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫ്രഷ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഒരു ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പം അങ്ങനെ ആലോചിച്ചപ്പോൾ നിങ്ങൾക്ക് ചായ ഉണ്ടാക്കുന്ന കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചേ. അപ്പം ചായ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ചായ ആണ് കേട്ടോ. ഇഞ്ചി ചായ എന്ന് പറയും. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓഫീസിൽ നിന്നൊക്കെ വന്നിട്ട് ഭയങ്കര ടയേർഡായിട്ടിരിക്കുന്ന സമയത്ത് ഇട്ട് കുടിക്കാനുള്ള ഒരു സൂപ്പർ ചായയാണ്. അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നിങ്ങൾക്ക് കൂടി പറഞ്ഞുതരാം കേട്ടോ. ആദ്യം നമുക്ക് ഈ ഗ്യാസ് കത്തിക്കാവേ. ക്ലിയർ അല്ലേ? വീഡിയോ ക്ലിയർ അല്ലേ? ക്ലിയറാണ്. അപ്പം ഗ്യാസ് കത്തിക്കണം കേട്ടോ. ആദ്യം ഗ്യാസ് കത്തിച്ചിട്ട് പത്രം വയ്ക്കുക. എല്ലാം കണ്ട് പഠിക്കണം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കണേ. ഇഞ്ചി ചായ എങ്ങനെ ഉണ്ടാക്കുന്നത്, ഞാനൊരു സ്പെഷ്യൽ ഇഞ്ചി ചായ എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാനിപ്പം പറഞ്ഞുതരാം. നമുക്ക് ഗ്യാസ് കത്തിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് തിളയ്ക്കണം കേട്ടോ. വെള്ളം തിളയ്ക്കുന്നതിന് മുൻപ് നമുക്ക് ഇഞ്ചി നമുക്ക് ചതച്ചെടുക്കണം. നമ്മൾ അതിനായിട്ട് ഇതാണോ ഒരു 2-3 ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട്. ആ ഇഞ്ചി നമുക്ക് ചതച്ചെടുക്കാം. ചതയ്ക്കാനായിട്ട് നമ്മുടെ ഇല്ലത്തിൽ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന അവിടെ കുത്തുന്ന സാധനമല്ലേ, അതുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് ചതച്ചെടുക്കാം. എപ്പോഴും ചതക്കലൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് അറിയില്ല നന്നായിട്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. അല്ല, ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഇഞ്ചി ചായ എങ്ങനെ ഉണ്ടാക്കണമെന്ന്. ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇപ്പോഴൊന്നും ഞാൻ ചായ ഒന്നും കുടിക്കില്ല. നേരത്തെയൊക്കെ ഭയങ്കര ചായക്ക് അഡിക്റ്റ് ആയിരുന്നു. കട്ടൻ ചായ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കട്ടൻ ചായ എപ്പോഴും ഉണ്ടാക്കി കുടിക്കുന്നു. ഇപ്പം അങ്ങനെ കറക്റ്റായിട്ട് അങ്ങനെ സമയം കിട്ടാറില്ല മെയിനായിട്ട്. അപ്പോൾ അതുകൊണ്ട് മടിയാണ് ചായയൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. കുക്കിങ്ങിന് ഭയങ്കര മടിയാണ്, അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കില്ല. നമ്മൾ ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ട്. ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുക്കണം. ഇങ്ങനെ നല്ല അത്യാവശ്യം നല്ല ഇതിൽ ഇതുപോലെ ചതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചതച്ചെടുക്കുക കേട്ടോ. ഇഞ്ചി ചതച്ചെടുത്തിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ചായയുടെ വെള്ളം ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട് കണ്ടോ. അപ്പം അതിലേക്ക് ഈ ഇഞ്ചി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. തിളയ്ക്കുന്ന ചായയിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തിളയ്ക്കണം, നന്നായിട്ട് ഇങ്ങനെ തിളയ്ക്കണം. ഇങ്ങനെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ കൊടുക്കുന്നത് ഷുഗർ നമുക്ക് ആവശ്യത്തിന് കേട്ടോ. ഷുഗർ ഉള്ളവർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അധികമൊന്നും ഇടരുത്. എങ്കിലും ഞാൻ അത്യാവശ്യം ഷുഗറൊക്കെ കഴിക്കുന്ന ആളാണ്, അതുകൊണ്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തിളച്ച് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അങ്ങനെ തിളയ്ക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്പൂൺ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നൈസായിട്ട് ഇളക്കി കൊടുക്കാം. നൈസായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഒന്ന് തിളച്ച് നല്ല രീതിയിൽ തിളച്ച് കഴിയുമ്പോഴത്തേനും എന്താണ് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ചായപ്പൊടി നന്നായി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ചായപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇച്ചിരി കൂടുതലായാലും കുഴപ്പമില്ല കേട്ടോ. ചായപ്പൊടി ഇച്ചിരി കൂടുതലായാലും കുഴപ്പമില്ല. ഇങ്ങനെ തിളച്ച ചായയിലേക്ക് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കപ്പിൽ ഈ പാല് നമ്മൾ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം.
അപ്പം നമ്മുടെ ഇഞ്ചി ചായ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാലിങ്ങനെ ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് പാലിങ്ങനെ ഒഴിച്ച് കഴിഞ്ഞിട്ട് തിളയ്ക്കുന്നത് വരെ കാത്തിരിക്കാം നമുക്ക്. നിങ്ങൾക്ക് ചിലപ്പം കോമഡി ആയിട്ട് തോന്നുന്നുണ്ടല്ലോ, ഇവൻ എന്തൊക്കെയായി കാണിക്കണേ. ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന രീതി വേറെ ആയിരിക്കും, പക്ഷേ ഇത് നല്ലൊരു സ്പെഷ്യലാണ്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ വേണം ഇതിന് ഉണ്ടാക്കാനായിട്ട്. ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ചതച്ച ഇഞ്ചി നന്നായിട്ട് ചതച്ച് ഇഞ്ചി അങ്ങോട്ട് ഇട്ടിട്ട് തിളപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്കതിലേക്ക് ചായപ്പൊടി ഇടാം. ചായപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് പാലൊഴിക്കാം. പാലൊഴിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇതുപോലെ ഇങ്ങനെ പാലൊക്കെ ഒഴിച്ച് ചായ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തിളയ്ക്കും. അപ്പം പാലൊക്കെ ഒഴിച്ചിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ചായ എടുക്കാം. ചായ എടുത്തിട്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഇഞ്ചി ചായ? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ കമൻറ്റിൽ പറയാം കേട്ടോ. തെറിയൊന്നും വിളിക്കല്ലേ, ചുമ്മാ ഒരു രസത്തിന് വീഡിയോ എടുത്താൽ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. ഇഞ്ചി ചായ എങ്ങനെയുണ്ട് എന്നതിൻ്റെ അഭിപ്രായങ്ങൾ. നമ്മുടെ ഇഞ്ചി ചായ ഭയങ്കരമായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതാണോ, തിളച്ചിട്ടുണ്ട് ആണോ? അപ്പം ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഇങ്ങനെ ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, സെർവ് ചെയ്യണ്ടേ? നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് എടുക്കാം. ഈ ഗ്ലാസ്സിലേക്ക് എടുത്തിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ ഇഞ്ചി ചായ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇഞ്ചി ചായ റെഡി ആയിട്ടുണ്ടല്ലോ. നല്ല സൂപ്പർ ചായ കേട്ടോ. കണ്ടോ, സൂപ്പർ ചായയാണ്. അപ്പം ഹാവ് എ നൈസ് ഡേ. ഞാനതൊക്കെ നേരത്തെ കുടിച്ച് കണ്ടില്ല ഗ്യാസിൻ്റെ അടുത്ത് നിന്നിട്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചായ ഉണ്ടാക്കി കുടിക്കാം കേട്ടോ.